ഹേ ഗായ്സ്, അപ്പം ഇന്ന് ലുലുവിലൊരു കുട്ടി ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കണ്ടിരുന്നു റീൽസിൽ, പക്ഷെ ഞാൻ കയറിയില്ല. വേറെ ദിവസം കയറാന്ന് വെച്ചു. ഫോട്ടോ ബൂത്താണ് കേട്ടോ അത്. അപ്പം ഒരു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. അവിടെ നിന്ന് നേരെ പോയത് ഈ ഒരു ഫൈറ്ററിലോട്ടാണ് കേട്ടോ എൻ്റെ കണ്ണ് പോയത്. എനിക്കാണ് ഈ ഫിഷിനോടൊക്കെ അക്വേറിയം ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടോ, ആരും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വെക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോൾ വന്നാലും ഈ മാങ്ങ എടുക്കും. അത് പറഞ്ഞിട്ട് ചിരിക്കാണ് കേട്ടോ. ഞാൻ എപ്പോൾ വന്നാലും എടുക്കും. അതൊരു അറിയില്ല. ഈ വീഡിയോ ഓൺ തന്നെ പറയുന്നത് ഓണാണോ? അപ്പോൾ ഗൈസ്, ഹൈപ്പർ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഈ പച്ചക്കറികളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഒന്നും ഇപ്പോൾ കണ്ടത് ഈ വൈറ്റ് ഓണിയൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ആട്ടോ ഈ വൈറ്റ് ഓണിയൻ കാണുന്നത്. കാരണം ഞാൻ ഈ എബ്രോഡൊക്കെ ഉള്ള ആൾക്കാർ ഈ റീൽസൊക്കെ ഇടുമ്പോൾ അതിൽ വൈറ്റ് ഓണിയൻ കാണും. പക്ഷെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ടത്. ഈ ഫ്രൂട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. എന്തോ ഹെൽത്തിനൊക്കെ നല്ലതാണെന്ന് അത് മനസ്സിലായി കേട്ടോ. അപ്പോൾ റംബുട്ടാനിലോട്ട് പോയി. പക്ഷെ ലുലുവിൽ നിന്ന് കഴിഞ്ഞ തവണ വാങ്ങിച്ച റംബുട്ടാന് തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. മീൻസ് മധുരം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഫ്രൂട്ട്സ് എവിടെയിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങിയ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുവാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടാണോ എനിക്കറിയത്തില്ല. ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ലുലുവിൽ നിന്ന് വാങ്ങിയ റംബുട്ടാൻ കഴിച്ചത്. അതുകൊണ്ടാണോ ആ മധുരം ഇല്ലാത്തത് എനിക്കൊരു തോന്നലുണ്ട്, അറിയത്തില്ല. അപ്പോൾ റംബുട്ടാനും മാങ്ങയും ഒക്കെ വാങ്ങിക്കൊണ്ട് നേരെ ഇനി ചോക്ലേറ്റ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞാലും അതൊക്കെ പോട്ടെ. അപ്പോൾ സ്ട്രോബെറി, ഞാൻ ഇവിടെ നിന്ന് മാംഗോ, ബ്രൗണി, ഡോണട്ട് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. ബനാന അതും കഴിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു സ്ട്രോബെറി ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതൊക്കെ ഒറ്റടിക്കല്ല കേട്ടോ, മുന്നേ കഴിച്ചിട്ടുണ്ട് പോകുമ്പോൾ. അതൊക്കെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ സ്ട്രോബെറിയാണ് പറഞ്ഞത്. പക്ഷേ അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നിനക്ക് ഇത് ഫുൾ ഒറ്റയടിക്ക് കഴിച്ച് ചേർക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടൊരു ചലഞ്ച് ചെയ്തു. പക്ഷെ ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ പറ്റിയില്ല. ശരിയാണ്, നമുക്ക് ഒറ്റയടിക്ക് കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ ഭയങ്കര ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ ഒറ്റയടിക്ക് കഴിച്ച് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി വന്നപ്പോൾ ബാലൻസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതിനുള്ളത് കിട്ടിയില്ല. അതുകൊണ്ട് ഫുൾ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, ഞാൻ ഫസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഈ ചോക്ലേറ്റും ഹോട്ട് ചോക്ലേറ്റ് സ്ട്രോബെറിയും മിക്സ് ചെയ്ത് ഫസ്റ്റ് ആയിട്ടോ ഡിപ്പായിട്ട് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നല്ല, പക്ഷെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫസ്റ്റ് കഴിച്ചപ്പോൾ എന്തോ ഒരു മാതിരിയായി കേട്ടോ. എന്ന് പറഞ്ഞാൽ ബാഡായിട്ടുള്ള ടേസ്റ്റൊന്നുമല്ല, കൊള്ളാം, എനിക്കിഷ്ടമായി. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയത് മാംഗോ, ബ്രൗണി ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഹൈവ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലെ കേക്ക് വാങ്ങാനാണ് പോയത്. ഇത് ഹണി കേക്കാണ്. അപ്പോഴാണ് ഞാൻ അവിടെ മിറർ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മോന്തയൊന്ന് ആ മിററിൽ കാണിച്ച് തരാമെന്ന് വെച്ചിട്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ വെറുതെ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ അതും പിന്നെ ഒരു ചോക്ലേറ്റ് ഇതുണ്ട്, പാസ്ട്രി പോലത്തെ ചോക്ലേറ്റിൻ്റെ അല്ല, കോഫീൻ്റെ. അപ്പോൾ അത് ട്രൈ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ഇത് ഓൾറെഡി വാങ്ങി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് അവിടെ ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു, ചെറിയ പീസ്. അപ്പോൾ അത് നല്ലതായിരുന്നു. കുറേ കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട്. എനിക്കതൊക്കെ കണ്ട പ്രാന്ത് പിടിക്കും, എനിക്കറിയത്തില്ല. അപ്പോൾ ഹണി കേക്കാണ് ലാസ്റ്റ് ഫൈനലി എടുത്തത്. സെയിം റേറ്റ് തന്നെയായില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എന്നെ പോലെ കേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് കുറയ്ക്കാൻ എന്ത് ചെയ്യണം പിന്നെ അതിൻ്റെ വലിയ പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെന്തൊക്കെയുണ്ട്, അത് 700 സംതിങ് എന്തോ ആണ്. അപ്പോൾ പുള്ളി നമ്മളടുത്ത് ഓരോന്നായിട്ട് പറഞ്ഞുതരാണ്. ഇത് സെയിം റേറ്റാണ്, എല്ലാത്തിനും വലിയത് വരുന്നത് സെയിം റേറ്റാണ്. അപ്പോൾ അതെന്തോ റാഫെല്ലോൻ്റെ ആ ഒരു ഇതുണ്ടെങ്കിലും, പക്ഷെ റാഫെല്ലോൻ്റെ ഒന്നും അല്ല കേട്ടോ, വേറെ എന്തോ ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നാണ് ഫൈനലി ഫിക്സ് ചെയ്തത് ഹണി കേക്ക്. അത് എന്താണെന്ന് അറിയില്ല, അതങ്ങ് എടുത്തു. പിന്നെ എന്തൊക്കെയുണ്ട്, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഗായ്സ്?
അപ്പോൾ ഗൈസ് ഓരോ വർത്താനൊക്കെ പറഞ്ഞിരിക്കും. ക്യാരറ്റ് ഹൽവ കഴിക്കണമെന്ന്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ക്യാരറ്റ് ഹൽവ ഇതായിരുന്നില്ല. അതറിയാണ്ട് ഞാൻ അവിടെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ പറയാൻ നോക്കുന്നു, ആരും എന്നെ മൈൻഡ് പോലും ആക്കുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഹൽവ വാങ്ങാൻ ഇത്രയും ക്യൂ? എല്ലാത്തിലും കോഴിക്കോട് ഹൽവ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹൽവയൊക്കെ വാങ്ങാൻ എത്ര ക്യൂ ആണോ? കാരണം ഞാനൊക്കെ ഹൽവ വലുതായിട്ട് കഴിക്കത്തില്ല കേട്ടോ. ഹൽവ കേക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഹൽവ അങ്ങനെ ഒരുപാട് കഴിക്കൊന്നുമില്ലേ. അപ്പോൾ ബ്ലാക്ക് ഹൽവയാണ് എനിക്കിഷ്ടം. പക്ഷേ ഇപ്പോൾ ഒരു ക്യാരറ്റ് ഹൽവ കഴിക്കാനൊരു കൊതി അങ്ങനെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഹൽവ വാങ്ങാൻ ചെന്നു. ഞാൻ കുറേ നേരം അതിൻ്റെ മേലെയൊക്കെ കയറി നിൽക്കുന്നുണ്ട്. ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. എങ്ങനെ അവസാനം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ആരാ മൈൻഡ് ചെയ്യുക? അവസാനം പുള്ളി വരുന്നുണ്ടോ, കണ്ടോ, പോയി. എന്നെ മൈൻഡ് ചെയ്തില്ല, പോയി. പിന്നെ വന്നു, ആരോ വന്നു. അപ്പോൾ ഞാൻ ഓരോ ഹൽവ കഷ്ണത്തിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരു ഹൽവ പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ എന്നെ അവിടെ കുറേ നേരം നിർത്തിച്ചതിൻ്റെ വാശി തീർക്കാണ്ട് ഞാൻ ഒരു 2-3 ഹൽവയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി, 3-4 കഷ്ണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കേട്ടോ വാങ്ങാത്തത് മനം. അപ്പോൾ മനഃപൂർവ്വമല്ല ഗൈസ് വാങ്ങാത്തത്. പിന്നെ അവിടെ ഒരുപാട് വെറൈറ്റി ഹൽവാസൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണലി ഞാൻ പറയാൻ എനിക്ക് കഴിച്ചിഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഫുഡിലോട്ടോ. അപ്പോൾ ഗൈസ് നേരെ ഫിഷ് കറിയിലോട്ടാണ് പോയത്. കാരണം ഞാനന്ന് ചട്ടിച്ചോറ് കഴിച്ചതിന് ശേഷം എനിക്ക് ഫിഷ് കറി കഴിക്കാൻ കൊതിയായിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ചീനി വാങ്ങാമെന്ന് വെച്ചത്. പിന്നെ ചീനി ഒഴിവാക്കിയിട്ട് പാൽക്കപ്പയും ഒരു മുളകിട്ട ഫിഷ് കറി, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അതാണ് വാങ്ങിയത്. ഇതൊക്കെ ഞാൻ വെറുതെ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇതാണ് ശരിക്കും വാങ്ങിയത്. അപ്പോൾ അതൊക്കെ വാങ്ങിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് രണ്ടും വാങ്ങി. പിന്നെ വേറെ സംഭവങ്ങളൊക്കെ എടുത്തത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കേക്കും വേറെ എന്തൊക്കെയോ എടുത്തു. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങളാട്ടോ എടുത്തിട്ടുള്ളത്. അത് വാട്ടർ മെലൻ്റെ ടേസ്റ്റ്, അത് റെഡ് ബുൾ അടിപൊളിയായിരുന്നു കേട്ടോ. വാട്ടർ മെലൻ്റെ ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ വാങ്ങിച്ച് നോക്കുകയാണെങ്കിൽ. ബ്ലൂ നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് റെഡാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പിന്നെ ഒരു വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ശരിക്കും അങ്ങനെ സാധനമൊന്നും കഴിക്കാത്തത് ഞാനാണ്, പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങി. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. അപ്പോൾ ഇനിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ ലവ് യു ഓൾ, ബൈ ബൈ. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് വെച്ചാൽ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ബ്രോക്കോളി ഒന്നും ഇതുപോലെ ആയിരിക്കില്ല. അപ്പോൾ ബൈ.